ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു മാത്സ് പഠിച്ചാലോ. ഒരു കാൽക്കുലേഷൻ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് തോന്നും. അയ്യോ ഇതെങ്ങനെ ചെയ്യും, നമ്മൾ കൺഫ്യൂസ്ഡ് ആക്കുന്നതാണ്. പക്ഷെ ചെയ്തു വരുമ്പോൾ വളരെ സിമ്പിൾ ആട്ടോ. അപ്പോൾ ഞാൻ പറയട്ടെ, ക്വസ്റ്റ്യൻ 0.92 ആസ് എ പെർസെൻറ്റേജ് ഓഫ് 1.03. അപ്പോൾ അതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആസ് എ പെർസെൻറ്റേജ് ഓഫ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അയ്യോ അതെങ്ങനെ ചെയ്യും എന്നുള്ള ഒരു കൺഫ്യൂസ്ഡ് ആക്കും. അപ്പോൾ ഒന്നുമില്ല, 0.92നെ ഡിവൈഡ് ചെയ്യണം, 1.03 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന ആൻസറിനെ നമുക്കതിനെ പെർസെൻറ്റേജ് ആക്കി മാറ്റാനാണ് പറഞ്ഞത്. അപ്പോൾ എപ്പോഴും പെർസെൻറ്റേജ് ആക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 0.92 ഡിവൈഡഡ് ബൈ 1.03യുടെ ആൻസർ എന്ത് വരും? 0.8932 വരും. അപ്പോൾ അതിനെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരു ഈസി ആയിട്ടുള്ള വേ ഉണ്ട്. ആ 2 0 അല്ലേ 100ൽ വരുന്നത്, അതിനെ അപ്പോൾ 2 സ്ഥാനം ഇപ്പറേറ്റ് നമ്മൾ ഇപ്പറേക്ക് മാറ്റി എഴുതാൽ മതി നമ്മുടെ ആൻസറിൻ്റെ. ഇപ്പോൾ 0.8932ൻ്റെ 2 സ്ഥാനം, 2 0 എന്നുള്ള 2 സ്ഥാനം ഇപ്പറേക്ക് എഴുതുമ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആൻസർ എത്ര വരും? 8.32% ആയി. അപ്പോൾ അതിനെ നമ്മളത് റൗണ്ട് ചെയ്തെടുക്കണം, നിയറസ്റ്റ് ഹോൾ നമ്പറിലോട്ട് റൗണ്ട് ചെയ്യണം. അപ്പോൾ അത് 89% ആവും. അപ്പോൾ നമ്മൾ റൗണ്ട് ചെയ്യാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ആ പോയിന്റ് കഴിഞ്ഞ് വരുന്നത് ചെറുത് 5നേക്കാളും സ്മോൾ ആണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട, ഇപ്പോഴത്തെ ഒന്നും ചെയ്യണ്ട. പക്ഷെ അത് 5നേക്കാളും മുകളിൽ ബിഗറായിട്ടുള്ള സംഖ്യയാണെങ്കിൽ നമ്മൾ 1 ഇതിലോട്ട് ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ 1 കൂട്ടണം. അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് 5നും താഴെയാണോ 5ന് മുകളിലാണോ എന്ന് നോക്കുക. 5ന് താഴെയാണെങ്കിൽ ഒന്നും ചെയ്യണ്ട, മുകളിലാണെങ്കിൽ 1 അതിൻ്റെ കൂടെ കൂട്ടണം. അപ്പോൾ നമ്മുടെ ആൻസർ 89% ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.